നാരായണ. 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 ഹരി ഓം ഹരി ഓം. ഹരി ഓം. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, സുസ്വാഗതം. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, സുസ്വാഗതം. നമ്മൾ ഇന്നലെ കാവ്യമഞ്ജരി എന്ന കവിതാ സമാഹാരത്തിൻ്റെ ഒരു പരിചയം ആരംഭിച്ചു. നമ്മുടെ ഓൺലൈനിലെ സ്ഥിരം സ്റ്റുഡൻ്റായ ശ്രീമതി കമലാദേവി കുഞ്ഞമ്മ ചേർത്തല, ശതാഭിഷിക്തയായ കവയിത്രി, അവര് പ്രധാന അധ്യാപികയായി വിരമിച്ചവരാണ്. എല്ലാ വിവരങ്ങളും ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അപ്പം അവരുടെ ആദ്യത്തെ പുസ്തകം പൂജാപുഷ്പങ്ങൾ, അത് മുഴുവൻ ഈശ്വരീയമായിട്ടുള്ള കീർത്തനങ്ങൾ മാത്രമാണ്. രണ്ടാമത്തെ പുസ്തകമാണ് കാവ്യമഞ്ജരി. അതിൽ ഈശ്വര സ്തോത്രങ്ങളും പുരാണ സംബന്ധികളായിട്ടുള്ള പല വിഷയങ്ങളും, അതോടൊപ്പം പൊതു സ്വഭാവമുള്ളതായിട്ടുള്ള പല വിഷയങ്ങളും, അതോടൊപ്പം ഭക്തപ്രിയയിൽ പദപൂരണം ചെയ്ത് അയച്ച ശ്ലോകങ്ങൾ 100 സമസ്യാപൂരണം ചെയ്ത 100 ശ്ലോകങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ കാവ്യമഞ്ജരി. അപ്പം അതിലെ ആദ്യ ഭാഗങ്ങൾ സ്തോത്രങ്ങൾ, അതാണ് ഇന്നലെ നമ്മൾ പാരായണം ചെയ്ത ഭാഗം. ഇന്നതിൻ്റെ പുരാണ സംബന്ധികളായിട്ടുള്ള പദ്യങ്ങളാണ്, കീർത്തനങ്ങളാണ് പാരായണം ചെയ്യാനിരിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് ശ്രീകൃഷ്ണാവതാരം എന്നുള്ളതായിട്ടുള്ളൊരു കീർത്തനമാണ്.
അതിനെ രണ്ട് ഭാഗത്തേക്കും പെടുത്താം. സ്തോത്രങ്ങളുടെ പട്ടികയിലേക്കും പെടുത്താം, പുരാണ സംബന്ധിയിലേക്കും പെടുത്താം. കാരണം നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 3-ാം അധ്യായം ശ്രീകൃഷ്ണ അവതാരത്തെ അവതരിപ്പിക്കുന്നത് മലയാളത്തിൽ അതുപോലെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഭാഗവതത്തിന്റെ ദശമസ്കന്ധത്തിലെ 3-ാം അധ്യായത്തിന്റെ ഒരു മലയാളം വേർഷൻ എന്ന് പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് പുരാണ സംബന്ധി എന്നും പറയാം. എന്നാൽ ഒരു ശ്രീകൃഷ്ണ സ്തുതി ആയതുകൊണ്ട് കൃഷ്ണ കീർത്തനം എന്നും പറയാം. അതുപോലെ ഇതിന്റെ അടുത്തതും രുക്മിണി സ്വയംവരം എന്ന് വരുന്നതും പുരാണ സംബന്ധിയുമാണ്, ഭഗവത് കീർത്തനവുമാണ്. അപ്പോൾ ഇത് രണ്ടിന്റെയും നടുവിലാണ് ഇത് കിടക്കുന്നത്, അല്ലെ? കീർത്തനങ്ങൾ കഴിയാറാവുമ്പോൾ പുരാണ സംബന്ധികളായ മറ്റ് കൃതികൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ശ്രീകൃഷ്ണാവതാരം, രുക്മിണി സ്വയംവരം, അത് കഴിയുമ്പോൾ പിന്നെ മറ്റ് പല പരിപാടികളിലേക്ക് കൃഷ്ണദർശനം, കൃഷ്ണപാദസ്മരണയിൽ, കൃഷ്ണ നിന്നിലാണെല്ലാം എല്ലാം മായാ കിശോരൻ എന്നിങ്ങനെ ചില കൃഷ്ണ കീർത്തനങ്ങൾ തന്നെ തുടരുന്നുണ്ട്. വിജയലോപാഖ്യാനം, ഗജേന്ദ്രമോക്ഷം, അജാമിളോപാഖ്യാനം, അങ്ങനെയുള്ളതൊക്കെ ഓരോരോ ഭാഗത്ത് ഓരോ പദ്യങ്ങളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. കൃഷ്ണാവതാരത്തിൽ തുടങ്ങാം. ശ്രീകൃഷ്ണാവതാരം, ഇന്നത്തെ ആദ്യത്തെ സ്തോത്രം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി കൃഷ്ണ, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി കൃഷ്ണ. കാലം ശോഭനമായി സർവഗുണങ്ങൾ തികഞ്ഞു വിളങ്ങി, രോഹിണിയാകും താരമനോഹരി ശാന്തതയാർന്നുലസിച്ചു, ദിക്കുകൾ നിർമ്മലമായി വാനിൽ നക്ഷത്രങ്ങളുദിച്ചു, ഭൂമിയിലെങ്ങും സന്തോഷത്തിൻ അലകൾ മന്ദമുയർന്നു. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. സരോവരങ്ങളിലെങ്ങും പത്മസുമങ്ങൾ വിടർന്നു നിരന്നു, പൂന്തേനുണ്ണാനെത്തി വണ്ടുകൾ കുഞ്ഞിക്കുരുവികളെല്ലാം, രാവും പകലും മറന്നു നിന്നു ചെടികൾ പക്ഷികളെല്ലാം, അത്ഭുതമീശ്വര ചൈതന്യത്തിൻ സ്ഫുരണം പ്രകൃതിയറിഞ്ഞു. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. ഋഷീശ്വരന്മാർ ബ്രഹ്മധ്യാനരതന്മാർ സർവമറിഞ്ഞു, ബ്രാഹ്മണരുടെ ഹോമാഗ്നികൾ ശാന്തതയാർന്നു ജ്വലിച്ചു വിളങ്ങി, സിദ്ധചാരണ ഗന്ധർവാപ്സര കിന്നര വൃന്ദമുണർന്നു, പാടി നർത്തനമാടി മേളമുയർന്നു മഹോത്സവമായി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ
കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. മഴമേഘങ്ങൾ സ്തുതിച്ചു സ്വാഗതമോതി സാഗരദേവൻ. സുഖകരമാകും മന്ദസ്വരത്തിൽ മുകിൽ നിനദങ്ങൾ മുഴങ്ങി. കറുത്ത പക്ഷം അഷ്ടമി രോഹിണിയൊപ്പം ചേർന്നൊരു സമയം. ചെറുമഴ പെയ്തു ചന്ദ്രനുദിച്ചു തമസ്സു മെല്ലെയകന്നു. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. കാരാഗൃഹമതിനുള്ളിൽ നിറഞ്ഞു പരന്നു ദിവ്യപ്രകാശം. കംസൻ തന്നുടെ ദുഷ്ടത വീഴ്ത്തിയൊരിരുളുകളൊക്കെയകന്നു. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. ശംഖം ചക്രഗദാപദ്മങ്ങൾ ശോഭിക്കുന്നൊരു കൈകൾ. സ്വർണ കിരീടം കുണ്ടലവും വനമാലിക കൗസ്തുഭരത്നം. ശ്രീവത്സാംഗം കങ്കണ കാഞ്ചി പീതാംബരവും നൂപുരവും. ശ്രീമദ് വിഷ്ണു സ്വരൂപം കണ്ടു ആനകദുന്ദുഭി വസുദേവൻ. ശംഖം ചക്രഗദാപദ്മങ്ങൾ ശോഭിക്കുന്നൊരു കൈകൾ. സ്വർണ കിരീടം കുണ്ടലവും വനമാലിക കൗസ്തുഭരത്നം. ശ്രീവത്സാംഗം കങ്കണ കാഞ്ചി പീതാംബരവും നൂപുരവും. ശ്രീമദ് വിഷ്ണു സ്വരൂപം കണ്ടു ആനകദുന്ദുഭി വസുദേവൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. പുത്രൻ ശ്രീഹരി എന്നതറിഞ്ഞവർ ഭക്തി വിശുദ്ധി പരന്മാർ. അച്ഛനും അമ്മയും ആനന്ദത്തിൻ നിർവൃതി തന്നിൽ ലയിച്ചു. നന്നായി വീണു നമിച്ചു സ്തുതിച്ചു മുന്നിൽ സുന്ദര ശിശുരൂപം. ഉള്ളിലൊളിച്ചു ചതുർഭുജരൂപം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. പുത്രൻ ശ്രീഹരി എന്നതറിഞ്ഞവർ ഭക്തി വിശുദ്ധി പരന്മാർ. അച്ഛനും അമ്മയും ആനന്ദത്തിൻ നിർവൃതി തന്നിൽ ലയിച്ചു. നന്നായി വീണു നമിച്ചു സ്തുതിച്ചു മുന്നിൽ സുന്ദര ശിശുരൂപം. ഉള്ളിലൊളിച്ചു ചതുർഭുജരൂപം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ. എങ്ങനെയുണ്ടായിരുന്നു? ദശമസ്കന്ധത്തിലെ തൃതീയ അധ്യായം അങ്ങനെ തന്നെ
ആശയമൊന്നും ചോർന്നു പോകാതെ നല്ലൊരു സ്തുതിയാക്കി മനോഹരമാക്കി അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ രീതി ഒരു പ്രത്യേക രീതിയാണ് അല്ലേ? അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ചൊല്ലാൻ നല്ല രസമാണ് എല്ലാവർക്കും. വളരെ നല്ലൊരു ഋതം. നാരായണ. ഭജനകൾക്കൊക്കെ ബെസ്റ്റാണ്. ഭജന അവസരങ്ങളിലൊക്കെ പാടാൻ വളരെ സുന്ദരമാണ്. ആ ഋതം മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ. ആ ഒരു രീതി പഠിച്ചു വെക്കുക. അപ്പൊ ആ കീർത്തനം പാടാനും വളരെ എളുപ്പമാണ്. നാരായണ. ഇനി രുക്മിണീ സ്വയംവരം. നമ്മുടെ സപ്താഹങ്ങളിലും മറ്റും രുക്മിണീ സ്വയംവര വേളകളിലൊക്കെ പാടാവുന്ന രുക്മിണി ശ്രീകൃഷ്ണ വിവാഹത്തിന്റെ തത്വം പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ചെറുതെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കീർത്തനം. നമ്മൾ സപ്താഹവേദികളിൽ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ എന്ന് സാധാരണ പാടാറുണ്ട്. വാസ്തവം പറഞ്ഞാൽ അതിനേക്കാൾ അർത്ഥം കൂടുതൽ ഗംഭീരമായിരിക്കുന്ന അർത്ഥവത്തായിരിക്കുന്ന ഒരു സ്തുതിയായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. അതൊരു സാധാരണ ഒരു വേളിയുടെ ഒരു വിവാഹത്തിന്റെ ഒരു കൊഴുപ്പിന്റെ അവതരണം മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രീകൃഷ്ണ രുക്മിണി പ്രേമത്തിന്റെ തത്വം അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള കൃതിയാണ്. കൂടുതൽ ഗൗരവമേറിയത് ഇതാണെന്ന് എനിക്ക് സംശയലേശം എന്നേ പറയാം. രുക്മിണീ സ്വയംവരം നോക്കട്ടെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ രുക്മിണി പാണിഗ്രഹണത്തിൻ മഹാത്മ്യം ചൊല്ലുവാനാവതില്ല. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രുക്മിണി വല്ലഭ കൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ രുക്മിണി പാണിഗ്രഹണത്തിൻ മഹാത്മ്യം ചൊല്ലുവാനാവതില്ല. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രുക്മിണി വല്ലഭ കൃഷ്ണ ഹരേ രുക്മിണി കല്യാണ ഘോഷങ്ങൾ നമ്മുടെ ചിത്തത്തിനാനന്ദമേകിടട്ടെ. ശുദ്ധ സത്യത്തിൻ സ്വരൂപമാം കൃഷ്ണനിൽ ഭക്തിയും ശ്രദ്ധയും വർദ്ധിക്കട്ടെ. രുക്മിണി കല്യാണ ഘോഷങ്ങൾ നമ്മുടെ ചിത്തത്തിനാനന്ദമേകിടട്ടെ. ശുദ്ധ സത്യത്തിൻ സ്വരൂപമാം കൃഷ്ണനിൽ ഭക്തിയും ശ്രദ്ധയും വർദ്ധിക്കട്ടെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രുക്മിണി വല്ലഭ കൃഷ്ണ ഹരേ രുക്മിണി ജീവാത്മാവാണെന്നറിഞ്ഞിടാം കൃഷ്ണൻ പരമാത്മ ചൈതന്യവും. എത്രയോ ജന്മങ്ങൾ ചെയ്ത തപസ്സിനാൽ രുക്മിണി കൃഷ്ണനോടൊത്തുചേർന്നു. രുക്മിണി ജീവാത്മാവാണെന്നറിഞ്ഞിടാം കൃഷ്ണൻ പരമാത്മ ചൈതന്യവും. എത്രയോ ജന്മങ്ങൾ ചെയ്ത തപസ്സിനാൽ രുക്മിണി കൃഷ്ണനോടൊത്തുചേർന്നു.
കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രുക്മിണി വല്ലഭ കൃഷ്ണ ഹരേ. ആടിടാം പാടിടാം നാമസങ്കീർത്തന ഘോഷം മുഴക്കിടാം ആഘോഷിക്കാം. രുക്മിണി വല്ലഭ ദ്വാരകാനാഥനാം കൃഷ്ണ ജയ ജയ ചൊല്ലിയാടാം. ആടിടാം പാടിടാം നാമസങ്കീർത്തന ഘോഷം മുഴക്കിടാം ആഘോഷിക്കാം. രുക്മിണി വല്ലഭ ദ്വാരകാനാഥനാം കൃഷ്ണ ജയ ജയ ചൊല്ലിയാടാം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രുക്മിണി വല്ലഭ കൃഷ്ണ ഹരേ. വേദങ്ങളാം കൽപ്പവൃക്ഷത്തിൻ മാധുര്യമൂറും ഫലരസം ഭാഗവതം പാനം ചെയ്താവോളം ഭക്തിയിൽ മുങ്ങിടാം. ജീവിത ദുഃഖങ്ങൾ ദൂരെ മാറ്റാം. വേദങ്ങളാം കൽപ്പവൃക്ഷത്തിൻ മാധുര്യമൂറും ഫലരസം ഭാഗവതം പാനം ചെയ്താവോളം ഭക്തിയിൽ മുങ്ങിടാം. ജീവിത ദുഃഖങ്ങൾ ദൂരെ മാറ്റാം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രുക്മിണി വല്ലഭ കൃഷ്ണ ഹരേ. കർമ്മങ്ങൾ സാർത്ഥകമാക്കിടാം. പൂജയായി സർവം സമർപ്പിക്കാം. ധന്യരാവാം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രുക്മിണി വല്ലഭ കൃഷ്ണ ഹരേ. കർമ്മങ്ങൾ സാർത്ഥകമാക്കിടാം. പൂജയായി സർവം സമർപ്പിക്കാം. ധന്യരാവാം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രുക്മിണി വല്ലഭ കൃഷ്ണ ഹരേ. മംഗളം മംഗളം രുക്മിണി വല്ലഭ മംഗളം ശ്രീവാസുദേവ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രുക്മിണി വല്ലഭ കൃഷ്ണ ഹരേ. മംഗളം മംഗളം രുക്മിണി വല്ലഭ മംഗളം ശ്രീവാസുദേവ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രുക്മിണി വല്ലഭ കൃഷ്ണ ഹരേ രുക്മിണി വല്ലഭ കൃഷ്ണ ഹരേ രുക്മിണി വല്ലഭ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ. നന്നായിട്ടില്ലേ? നിങ്ങളൊക്കെ പുസ്തകം സ്വന്തമാക്കി വായിച്ച് ചൊല്ലി ആസ്വദിച്ച് പഠിക്കുക. ആസ്വദിച്ച് ചൊല്ലി പഠിക്കണം. ഞാൻ വെള്ളം എടുക്കാൻ മറന്നു. വെള്ളം എടുത്തിട്ട് വരാം. ഒരു മിനിറ്റ്. ഇനിയൊരു കൃഷ്ണദർശനം എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു കീർത്തനം. മാർക്കണ്ഡേയ മഹർഷി കണ്ട ബാലം മുകുന്ദ ദർശനവും അതുപോലെ വൃന്ദാവനത്തിൽ ബ്രഹ്മദേവൻ കണ്ട ബ്രഹ്മമോഹന ലീലയിൽ മോഹിതനായ ബ്രഹ്മാവ്
ആ ഭഗവാന്റെ വൈഭവം കണ്ട് ദർശിച്ച ആ രണ്ട് ഭാവങ്ങളാണ് മായാനാഥനായ ഭഗവാനെ കാണുന്ന ദർശനമാണ് മാർക്കണ്ഡേയനും ബ്രഹ്മദേവനും കണ്ടത്. ആ രണ്ട് ദർശനങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ നാമരൂപങ്ങൾക്കും അതീതമായ ഏകമായ സത്യം, ആ പരമസത്യം തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. സത്യം പരം ധീമഹി കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള ആശയങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ അമ്മ അടക്കി വെച്ചിട്ടുണ്ട്. വായിക്കുമ്പോൾ ബോധ്യം വരും. ഓം കൃഷ്ണദർശനം. മായ കണ്ടിടുവാനാശിച്ച മാമുനി മായാധിനാഥനാം കൃഷ്ണനെ കണ്ടഹോ. ജ്ഞാനപ്രകാശത്തിൽ വിശ്വത്തെ ദർശിച്ച കാലദേശാതികൻ താപസൻ നിർമ്മലൻ. ആലില കണ്ണനെ ദൂരത്തു കണ്ടെത്ര നീന്തിയ പാദാരവിന്ദത്തിലെത്തുവാൻ ശ്വാസത്തോടൊപ്പമുള്ളിൽ ചെന്നിതത്ഭുതം ലോകങ്ങളെല്ലാം വിളങ്ങുന്നവിടെയും. നേരെ തെറിച്ചു വീണു ജലം തന്നിലേക്കാഹന്ത താനിരിക്കുന്നു തന്നാശ്രമേ. ഈ കൃഷ്ണദർശനത്തിന്റെ പകുതി മാർക്കണ്ഡേയന്റെ കൃഷ്ണദർശനമാണ്. അതാണിപ്പോൾ വായിച്ചതായിട്ടുള്ള വരികൾ. ഒരിക്കൽ കൂടെ വായിക്കാം. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് കണ്ട കൃഷ്ണദർശനം. മായ കണ്ടിടുവാനാശിച്ച മാമുനി മായാദിനാഥനാം കൃഷ്ണനെ കണ്ടഹോ. ജ്ഞാനപ്രകാശത്തിൽ വിശ്വത്തെ ദർശിച്ച കാലദേശാതികൻ താപസൻ നിർമ്മലൻ. ആലില കണ്ണനെ ദൂരത്തു കണ്ടെത്ര നീന്തിയ പാദാരവിന്ദത്തിലെത്തുവാൻ ശ്വാസത്തോടൊപ്പമുള്ളിൽ ചെന്നിതത്ഭുതം ലോകങ്ങളെല്ലാം വിളങ്ങുന്നവിടെയും. നേരെ തെറിച്ചു വീണു ജലം തന്നിലേക്കാഹന്ത താനിരിക്കുന്നു തന്നാശ്രമേ. ഗോപന്മാരെവിടെ തിരഞ്ഞൊരു നാൻമുഖൻ കണ്ടിതു ഗോപാലകൃഷ്ണനെ. താൻ ഒളിപ്പിച്ച പൈക്കുട്ടികളെങ്ങുമില്ലാകെ പരിഭ്രമിച്ചോരു പത്മോദ്ഭവൻ. എത്ര ബ്രഹ്മാക്കളെ കണ്ടു ബ്രഹ്മാണ്ടങ്ങൾ എത്ര കണ്ടു സ്വയം നഷ്ടമായി പോയി പോൽ. ഗോപന്മാരെവിടെ തിരഞ്ഞൊരു നാൻമുഖൻ കണ്ടിതു ഗോപാലകൃഷ്ണനെ. താൻ ഒളിപ്പിച്ച പൈക്കുട്ടികളെങ്ങുമില്ലാകെ പരിഭ്രമിച്ചോരു പത്മോദ്ഭവൻ. എത്ര ബ്രഹ്മാക്കളെ കണ്ടു ബ്രഹ്മാണ്ടങ്ങൾ എത്ര കണ്ടു സ്വയം നഷ്ടമായി പോയി പോൽ. വൃന്ദാവനത്തിൽ കപളാർദ്ധപാണിയായി തെല്ലു പരിഭ്രമിച്ചെന്ന പോൽ നിന്നിടും കണ്ണൻ. നവനീത ചോരനാമുണ്ണിയെ കണ്ടു മായാഭ്രമമൊക്കെ അകന്നുപോയി. വൃന്ദാവനത്തിൽ കപളാർദ്ധപാണിയായി തെല്ലു പരിഭ്രമിച്ചെന്ന പോൽ നിന്നിടും കണ്ണൻ.
നവനീത ചോരനാമുണ്ണിയെ കണ്ടു മായാഭ്രമമൊക്കെയകന്നു പോയി. എൻ മനസ്സിൽ തിരശ്ശീലയ്ക്കു പിന്നിലായി വന്നു കുസൃതികൾ കാട്ടിക്കളിച്ചിടും ഉണ്ണി. വേദാന്തപ്പൊരുളായ കൃഷ്ണനൻ മുന്നിലെന്നെത്തിടും ആനന്ദമൂർത്തിയായി. എൻ മനസ്സിൽ തിരശ്ശീലയ്ക്കു പിന്നിലായി വന്നു കുസൃതികൾ കാട്ടിക്കളിച്ചിടുമുണ്ണി. വേദാന്തപ്പൊരുളായ കൃഷ്ണനെൻ മുന്നിൽ എന്നെത്തിടും ആനന്ദമൂർത്തിയായി. വേദാന്തപ്പൊരുളായ കൃഷ്ണൻ എൻ മുന്നിൽ എന്നെത്തിടും ആനന്ദമൂർത്തിയായി. കൃഷ്ണദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവസാനം. സത്യദർശനം തന്നെയാണ്, ആത്മദർശനം തന്നെയാണ് കൃഷ്ണദർശനം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഈ ഒരു കൃഷ്ണപാദസ്മരണയിൽ ഇവിടെ ഭഗവാന്റെ പാദത്തിന്റെ മഹിമയെ പല കഥകളിലൂടെ വർണ്ണിക്കുകയാണ്. ഭഗവാന്റെ പാദം കൊണ്ട് ഭഗവാൻ ചെയ്ത ചില ലീലകൾ സ്മരിച്ചുകൊണ്ട് വായിക്കാം, നോക്കാം. ഭഗവാന്റെ പാദത്തിന്റെ ആ മഹത്വം ഇതിലൂടെ സൂചിപ്പിക്കുകയാണ്. കൃഷ്ണപാദസ്മരണയിൽ ആലിലക്കണ്ണനായി പ്രളയജലം തന്നിൽ കാൽവിരൽ നുകർന്നു നീ കിടന്നില്ലയോ കൃഷ്ണ. ആലിലക്കണ്ണനായി പ്രളയജലം തന്നിൽ കാൽവിരൽ നുകർന്നു നീ കിടന്നില്ലയോ കൃഷ്ണ. ആഴി തന്നുള്ളിൽ നിന്ന് ഭൂമിയെ ഉയർത്തുവാൻ ഭീമപാദങ്ങളെഴും സൂകരമായില്ലേ നീ. ആഴിതന്നുള്ളിൽ നിന്ന് ഭൂമിയെ ഉയർത്തുവാൻ ഭീമപാദങ്ങളെഴും സൂകരമായില്ലേ നീ. 3 മണ്ണു ദാനം വാങ്ങി നീ ഉരുക്രമനായല്ലേ ലോകമളന്നെടുത്തു മായാകൃഷ്ണ. പാദവന്ദനം ചെയ്ത ബലിക്ക് ദേവരാജസ്ഥാനം നൽകിയതില്ലേ ദുർമതമടക്കി നീ. 3 മണ്ണു ദാനം വാങ്ങി നീ ഉരുക്രമനായല്ലേ ലോകമളന്നെടുത്തു മായാകൃഷ്ണ. പാദവന്ദനം ചെയ്ത ബലിക്ക് ദേവരാജസ്ഥാനം നൽകിയതില്ലേ ദുർമതമടക്കി നീ. ശിലയായി തീർന്നൊരഹല്യയ്ക്കു നിൻ കാരുണ്യത്തിൻ ചരണസ്പർശം ശാപമോക്ഷമേകിയതില്ലേ. ശിലയായി തീർന്നൊരഹല്യയ്ക്കു നിൻ കാരുണ്യത്തിൻ ചരണസ്പർശം ശാപമോക്ഷമേകിയതില്ലേ. ശകടാസുരന്നു നീ വെണ്ണ പോൽ മൃദുലമാം പദതാരിനാൽ കൃഷ്ണ മുക്തി നൽകിയതില്ലേ.
ശകടാസുരന്നു നീ വെണ്ണ പോൽ മൃദുലമാം പദതാരിനാൽ കൃഷ്ണ മുക്തി നൽകിയതില്ലേ. കാളിന്തി തന്നിൽ വിഷസർപ്പത്തിൻ ഭണങ്ങളിൽ കോമളപാദങ്ങളാൽ നർത്തനം ചെയ്തല്ലോ നീ. കാളിന്തി തന്നിൽ വിഷസർപ്പത്തിൻ ഭണങ്ങളിൽ കോമളപാദങ്ങളാൽ നർത്തനം ചെയ്തല്ലോ നീ. വേണുഗോപാലനായി നീ മത്സ്യവ്രജാങ്കുശാദിഭൂഷിതം മൃദുലമാം പാദപങ്കജങ്ങളാൽ സുന്ദരി വൃന്ദാവന ഭൂമിതൻ പ്രണയാർദ്ര ചഞ്ചല ഹൃദയത്തിൽ പുളകം നിറച്ചില്ലേ. വേണുഗോപാലനായി നീ മത്സ്യവജ്രാങ്കുശാദിഭൂഷിതം മൃദുലമാം പാദപങ്കജങ്ങളാൽ സുന്ദരി വൃന്ദാവന ഭൂമിതൻ പ്രണയാർദ്ര ചഞ്ചല ഹൃദയത്തിൽ പുളകം നിറച്ചില്ലേ. രാഗലോലരാം ഗോപിമാരൊത്തു രാസനൃത്തമാടി നീ വൃന്ദാവനം ഗോലോകമാക്കിയില്ലേ. രാഗലോലരാം ഗോപിമാരൊത്തു രാസനൃത്തമാടി നീ വൃന്ദാവനം ഗോലോകമാക്കിയില്ലേ. അമ്പിനാൽ പാദനമസ്കാരം ചെയ്തൊരു ജരക്കെന്തഹോ കൃഷ്ണ സ്വർഗപ്രാപ്തിയല്ലയോ നൽകി. അമ്പിനാൽ പാദനമസ്കാരം ചെയ്തൊരു ജരക്കെന്തഹോ കൃഷ്ണ സ്വർഗപ്രാപ്തിയല്ലയോ നൽകി. തന്മടിത്തട്ടിൽ ലക്ഷ്മി സന്തതം പൂജിക്കുന്ന നിൻ പദകമലങ്ങൾക്കായി കൊണ്ടു നമസ്കാരം. സർവേശനാകും കൃഷ്ണ ത്വൽപാദസ്മരണകൾ ദിവ്യലീലകളായിട്ടുണരേണമേ എന്നുള്ളിൽ. തന്മടിത്തട്ടിൽ ലക്ഷ്മി സന്തതം പൂജിക്കുന്ന നിൻ പദകമലങ്ങൾക്കായി കൊണ്ടു നമസ്കാരം. സർവേശനാകും കൃഷ്ണ ത്വൽപാദസ്മരണകൾ ദിവ്യലീലകളായിട്ടുണരേണമേ ഉള്ളിൽ. സർവേശനാകും കൃഷ്ണ ത്വൽപാദസ്മരണകൾ ദിവ്യലീലകളായിട്ടുണരേണമേ ഉള്ളിൽ. എങ്ങനെയുണ്ട്? നിങ്ങൾ എന്നെ അഭിപ്രായം പറയും കേട്ടിട്ട്. ഭഗവാന്റെ ഏതൊക്കെ അവതാരങ്ങളെ കുറിച്ച് വർണ്ണിച്ചു. ആലിലെ കണ്ണനായി പാദത്തെ അല്ലെ പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം ആദ്യ ശ്ലോകത്തില്, പിന്നീട് വലിയ പാദങ്ങളോടുകൂടിയ വരാഹമൂർത്തിയായി അവതരിച്ചതിനെ പറഞ്ഞു. പിന്നീട് 3 അടി മണ്ണ് യാചിച്ച ത്രിവിക്രമനായി പറഞ്ഞു. ആ പാദവന്ദനം ചെയ്ത മഹാബലിക്ക് അനുഗ്രഹം ചെയ്യുന്ന ആ മഹത്വമേറിയ പാദങ്ങൾക്കുടയവനായിട്ടുള്ള ഭഗവാനെ തൊഴുതു. അഹല്യയ്ക്ക് പാദം കൊണ്ട് പാദസ്പർശം കൊണ്ട് മോക്ഷം കൊടുത്തതും, ശകടാസുരനെ സ്പർശിച്ചുകൊണ്ട് മോക്ഷം കൊടുത്തതും, കാളിയന് ശിരസിൽ പാദം വെച്ച് അനുഗ്രഹിച്ചതും, അതുപോലെ ആ ഭഗവാന്റെ കാലിലെ രേഖകളാണ് മത്സ്യരേഖ, വജ്രരേഖ, അങ്കുശരേഖ മുതലായ രേഖകളോടുകൂടി ആ വൃന്ദാവനത്തിലൊക്കെ സഞ്ചരിച്ച ആ വൃന്ദാവനത്തെ പുളകിതയാക്കിയില്ലേ. അതുപോലെ ഗോപികമാരുമായിട്ട് രാസ നൃത്തമാടി വൃന്ദാവനത്തെ ആ പാദസ്പർശം കൊണ്ട് ഗോലോകമാക്കിയില്ലേ. അവസാനം ഏതൊരു ഭഗവാന്റെ പാദത്തിലാണോ ആ ജര അസ്ത്രം എയ്തത്,
ആ ജരയ്ക്ക് പോലും അമ്പിലൂടെയാണ് അദ്ദേഹം പാദ നമസ്കാരം ചെയ്തത്. അസ്ത്രമെയ്തുകൊണ്ട് പാദ നമസ്കാരം ചെയ്തു. ആ ജരയ്ക്ക് പോലും സ്വർഗപ്രാപ്തിയല്ലോ നൽകി. അങ്ങനെയുള്ള മഹത്തായ പാദങ്ങൾ ലക്ഷ്മി ദേവി മടിയിൽ വെച്ച് എപ്പോഴും പൂജിക്കുന്നു. ആ പാദകമലങ്ങൾക്ക് നമസ്കാരം. അങ്ങനെയുള്ള അങ്ങയുടെ മഹാത്മ്യമേറിയ പാദസ്മരണകൾ എന്റെ ഉള്ളിൽ എപ്പോഴും ലീലകളായി തോന്നണേ എന്നുള്ളൊരു അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ പാദസ്മരണയുടെ കൃഷ്ണപാദ സ്മരണയിൽ അതിമനോഹരമായിട്ടുള്ള കാവ്യമാണ്. എല്ലാവരും അത് അർത്ഥം മനസ്സിലാക്കി ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വദിച്ച് പാടുമ്പോഴാണ് അതിന്റെ സുഖം, അതിന്റെ ഗരിമ. ഒരു ചെറിയ 8 വരി ഒരു കവിതയാണ്. കൃഷ്ണ നിന്നിലാണെല്ലാം എല്ലാം. 8 വരിയുള്ളൂ. കൃഷ്ണ നിന്നിലാണെല്ലാം എല്ലാം. ഒരു മയിൽ പീലി തന്നിൽ വിശ്വത്തിൻ സൗന്ദര്യവും ഒരു മുളം തണ്ടിൽ നാദബ്രഹ്മത്തിൻ സംഗീതവും തുളസിമാല്യം തന്നിൽ ശുദ്ധമാം സുഗന്ധവും വനമാലയിൽ വർണ്ണവൈചിത്ര്യഭംഗികളും ഉരുൾവെണ്ണയിൽ സ്നേഹം തന്നുടെ മൃദുത്വവും ചിലമ്പിൻ മോഹനമാം നർത്തനവിലാസവും മൃദുഹാസത്തിൽ സർഗസ്ഥിതി സംഹാരങ്ങൾ തൻ പൊരുളും കൃഷ്ണ നിന്നിൽ തന്നെയാണെല്ലാമെല്ലാം. കൃഷ്ണന്റെ ആഭരണങ്ങൾ, അലങ്കാരങ്ങൾ, വസ്ത്രാദികൾ, അദ്ദേഹത്തിന്റെ ശരീരാവയവങ്ങൾ, ഇതിലെ ഈ പ്രപഞ്ചത്തെ തന്നെ ഒടുക്കിയിരിക്കുന്നു. എങ്ങനെയാണോ വിഷ്ണു ശംഖചക്ര ഗദാപത്മധാരിയായി നിന്നുകൊണ്ട് താൻ വിശ്വാധാരനാണ് എന്ന് നമ്മളെ കാണിച്ചു തരുന്നത്, അതേപോലെ ഈ കൃഷ്ണന്റെ ഓരോരോ അംഗങ്ങളിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഭരണങ്ങളിലും ഈ വിശ്വത്തെ കാണുകയാണ്. അതാണ് കൃഷ്ണ നിന്നിലാണെല്ലാം എല്ലാം. ഭഗവാന്റെ തിരുമുടിയിലെ ആ പീലി കാണുമ്പോൾ ആ വിശ്വത്തിന്റെ സൗന്ദര്യം മുഴുവൻ അതിൽ അടക്കി വെച്ചതിന്റെ പ്രതീകമാണ്. ഈ വിശ്വത്തെ, ഇത്രയും സുന്ദരമായ വിശ്വത്തെ ആ ഭഗവാൻ എങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയ സാമ്പിൾ. അതുപോലെ ഈ ലോകത്തിലെ ശ്രവണസുന്ദരങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പ്രതീകമായിട്ട് ഒരു മുളന്തണ്ട് കയ്യിൽ ധരിച്ചിരിക്കുന്നു. ഭഗവാന്റെ ആ തുളസി മാല്യത്തിൽ എല്ലാ സുഗന്ധങ്ങളും അടക്കി വച്ചിരിക്കുന്നു. വനമാലയിൽ വർണ്ണവൈചിത്ര്യ ഭംഗികൾ, ആ ഭഗവാന്റെ കയ്യില് വെണ്ണയില് സ്നേഹത്തിന്റെ മാർദ്ദവം, ഭഗവാന്റെ ചിലമ്പില് ഭഗവാന്റെ നർത്തന വിലാസങ്ങളെല്ലാം, ഭഗവാന്റെ മന്ദഹാസത്തില് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ പൊരുൾ, അങ്ങനെയെല്ലാം ഭഗവാൻ തന്നിലടക്കിയിരിക്കുന്നു. അപ്പൊ പഞ്ചഭൂതങ്ങളും അതുപോലെ നമ്മുടെ മനസ്സിൻ്റെതായിട്ടുള്ള വികാരങ്ങളും സ്ഥൂലവും സൂക്ഷ്മവുമായ സകലതും ഭഗവാനിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ കാവ്യത്തിലൂടെ അമ്മ വരച്ചിരിക്കുന്നത്. വളരെ മനോഹരമാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തന്നെ നമ്മൾ മനസ്സിരുത്തണം. വെറുതെ വായിച്ചത് കൊണ്ടായില്ല, മനസ്സിരുത്തി വായിക്കണം. ഒരു മയിൽ പീലി തന്നിൽ
വിശ്വത്തിൻ സൗന്ദര്യവും ഒരു മുളം തണ്ടിൽ നാദബ്രഹ്മത്തിൻ സംഗീതവും തുളസിമാല്യം തന്നിൽ ശുദ്ധമാം സുഗന്ധവും വനമാലയിൽ വർണ്ണവൈചിത്ര്യഭംഗികളും ഉരുൾവെണ്ണയിൽ സ്നേഹം തന്നെ മൃദുത്വവും ചിലമ്പിൽ മോഹനമാം നർത്തനവിലാസവും മൃദുഹാസത്തിൽ സർഗസ്ഥിതി സംഹാരങ്ങൾ തൻ പൊരുളും കൃഷ്ണ നിന്നിൽ തന്നെയാണെല്ലാമെല്ലാം കൃഷ്ണ നിന്നിൽ തന്നെയാണെല്ലാമെല്ലാം കാണുന്നതെല്ലാം ഭഗവാൻ തന്നെ, എല്ലാം ഭഗവാനിൽ തന്നെ. ജന്മാദ്യസ്യ യതഃ. നാരായണ. ഇനിയൊരു ഭഗവാന്റെ ഒരു ലീല. മായാകിശോരൻ, അമ്മയുമായിട്ടുള്ള ഭഗവാന്റെ ആ കളി, കുന്തിദേവി സ്മരിക്കുന്ന അല്ലേ, അമ്മയെ പേടിച്ച് ചുണ്ട് വിടർത്തി അല്ലെങ്കിൽ ചുണ്ട് വിറപ്പിച്ചുകൊണ്ട് കണ്ണ് കലങ്ങിക്കൊണ്ട് ഭയപ്പെട്ടു നിൽക്കുന്ന ആ കൃഷ്ണന്റെ രംഗം കുന്തിദേവി പറയുന്നുണ്ട്, അത് എന്നെ വിമോഹയതി, ഇപ്പോഴും ഓർക്കുമ്പോൾ ഞാൻ മോഹിക്കുന്നു എന്ന്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ ഒരു മായാലീല, അതിനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. മായാ കിശോരൻ. മണ്ണു തിന്നിട്ടു നീ കള്ളമോതുന്നുവോ, ഉണ്ണീ നിനക്കു പാൽ വെണ്ണ കിട്ടായികയോ. മണ്ണു തിന്നിട്ടു നീ കള്ളമോതുന്നുവോ, ഉണ്ണീ നിനക്കു പാൽ വെണ്ണ കിട്ടായികയോ. കൂടുന്നു നിന്റെ കുസൃതികൾ നോക്കട്ടെ വായ് തുറക്കൂ, വേണ്ട സൂത്രമെന്നോടിനി. കൂടുന്നു നിന്റെ കുസൃതികൾ നോക്കട്ടെ വായ് തുറക്കൂ, വേണ്ട സൂത്രമെന്നോടിനി. തല്ലുകൊള്ളിക്കുവാൻ ചൊന്നതാണിട്ടനും മണ്ണു തിന്നില്ല ഞാനമ്മേ ഇതു സത്യം. തല്ലുകൊള്ളിക്കുവാൻ ചൊന്നതാണേട്ടനും മണ്ണു തിന്നില്ല ഞാനമ്മേ ഇതു സത്യം. വിശ്വസിച്ചിടാതെ കുട്ടി തൻ പിഞ്ചുകരങ്ങൾ കൂട്ടിപ്പിടിച്ചമ്മ നിന്നീടവേ. വിശ്വസിച്ചിടാതെ കുട്ടി തൻ പിഞ്ചുകരങ്ങൾ കൂട്ടിപ്പിടിച്ചമ്മ നിന്നീടവേ. കൺകൾ തിരുമ്മി ഒളികണ്ണിനാൽ നോക്കി ചുണ്ടും പിളുത്തി ഭയപ്പെട്ട പോൽ നിൽക്കും മായാകിശോരനാം നന്ദകുമാരനെ കാണാൻ കഴിയുമോ സ്വപ്നത്തിലെങ്കിലും. കുട്ടി തൻ പിഞ്ചുകരങ്ങൾ കൂട്ടിപ്പിടിച്ചമ്മ നിന്നീടവേ. കൺകൾ തിരുമ്മി ഒളികണ്ണിനാൽ നോക്കി ചുണ്ടും പിളുത്തി ഭയപ്പെട്ട പോൽ നിൽക്കും മായാകിശോരനാം നന്ദകുമാരനെ കാണാൻ കഴിയുമോ സ്വപ്നത്തിലെങ്കിലും. മായാകിശോരനാം നന്ദകുമാരനെ കാണാൻ കഴിയുമോ സ്വപ്നത്തിലെങ്കിലും.
അതിമനോഹരം അല്ലേ? ഇനി അടുത്തതൊരു ദേവീ പ്രണാമമാണ്, അതവിടെ നിൽക്കട്ടെ. നമുക്ക് കൃഷ്ണന്റെ ലീലകളിലൂടെ തന്നെ പോകാം. ഇപ്പൊ കൃഷ്ണമയമാണ്. 2 സ്തോത്രങ്ങൾ കൂടി കൃഷ്ണപരമായിട്ടുള്ളത്. ശ്രീകൃഷ്ണനും ബ്രാഹ്മണ പത്നിമാരും എന്നുള്ളതായിട്ടുള്ള ഒരു നമ്മുടെ വിപ്രപത്നി അനുഗ്രഹം ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ 24-ാം അധ്യായം വിപ്രപത്നി അനുഗ്രഹം എന്നുള്ള കഥയെ വളരെ മനോഹരമായിട്ട് അമ്മ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ശ്രീകൃഷ്ണനും ബ്രാഹ്മണ പത്നിമാരും. ശബ്ദമെന്തോ കേട്ടു നോക്കിനാർ, മുറ്റത്തു നിൽക്കുന്നിതഞ്ചാറു കുട്ടികൾ മുന്നിലായി. പൈക്കളെ മേയ്ക്കുവാൻ വന്നവർ, നന്ദവ്രജത്തിൽ വസിപ്പവർ, കൃഷ്ണന്റെ കൂട്ടുകാർ. നന്നേ വിശക്കുന്നു ഭക്ഷണം ചോദിച്ചു വന്നവർ ഞങ്ങൾ, പറഞ്ഞിതു ബാലന്മാർ. ശബ്ദമെന്തോ കേട്ടു നോക്കിനാർ, മുറ്റത്തു നിൽക്കുന്നിതഞ്ചാറു കുട്ടികൾ മുന്നിലായി. പൈക്കളെ മേയ്ക്കുവാൻ വന്നവർ, നന്ദവ്രജത്തിൽ വസിപ്പവർ, കൃഷ്ണന്റെ കൂട്ടുകാർ. നന്നേ വിശക്കുന്നു ഭക്ഷണം ചോദിച്ചു വന്നവർ ഞങ്ങൾ, പറഞ്ഞിതു ബാലകർ. കേട്ടു തീർന്നില്ലതിൻ മുൻപേ തിരക്കിട്ടു പാഞ്ഞിതു ബ്രാഹ്മണ പത്നിമാരേവരും. ഭോജനശാലയിലെത്തി പാത്രങ്ങളിൽ ഭോജ്യങ്ങളെല്ലാം നിറച്ചു, മധുരങ്ങൾ വേറെ എടുത്തു ധാരാളമായി. ഏവരും താങ്ങിപ്പിടിച്ചു വേഗേന നടന്നുപോയി. കേട്ടു തീർന്നില്ലതിൻ മുൻപേ തിരക്കിട്ടു പാഞ്ഞിതു ബ്രാഹ്മണ പത്നിമാരേവരും. ഭോജനശാലയിലെത്തി പാത്രങ്ങളിൽ ഭോജ്യങ്ങളെല്ലാം നിറച്ചു, മധുരങ്ങൾ വേറെ എടുത്തു ധാരാളമായി. ഏവരും താങ്ങിപ്പിടിച്ചു വേഗേന നടന്നുപോയി. എന്തെന്തിതെങ്ങോട്ടു പോകുന്നു ധിക്കാരമിത്രയോ, ആരു പറഞ്ഞു പുറപ്പെടാൻ? എന്തുമാകാമോ അനുസരിച്ചില്ലെങ്കിൽ ഇങ്ങോട്ടു കേറ്റില്ല ചൊന്നിതു ബ്രാഹ്മണർ. എന്തെന്തിതെങ്ങോട്ടു പോകുന്നു ധിക്കാരമിത്രയോ, ആരു പറഞ്ഞു പുറപ്പെടാൻ? എന്തുമാകാമോ അനുസരിച്ചില്ലെങ്കിൽ ഇങ്ങോട്ടു കേറ്റില്ല ചൊന്നിതു ബ്രാഹ്മണർ. ചെന്നു ചിലർ തടഞ്ഞിടുവാൻ, ശാസിച്ചു നിർത്തിയിടുവാൻ, നയോപായങ്ങളോതിയിടുവാൻ. ഒന്നും ഫലിച്ചില്ല, കേട്ടതേയില്ലവർ കണ്ണന്റെ വേണുസ്വനമൊഴിച്ചൊന്നുമേ. ചെന്നു ചിലർ തടഞ്ഞിടുവാൻ, ശാസിച്ചു നിർത്തിയിടുവാൻ, നയോപായങ്ങളോതിയിടുവാൻ. ഒന്നും ഫലിച്ചില്ല, കേട്ടതേയില്ലവർ കണ്ണന്റെ വേണുസ്വനമൊഴിച്ചൊന്നുമേ. കണ്ടിതവർ കൃഷ്ണനുണ്ണിയേ, ഗോകുല പുണ്യമാം കണ്ണനെ, ബാലഗോപാലനെ. കാളിന്തി തീരത്തു വൃക്ഷങ്ങൾ തന്നുടെ ശീതളഛായയിൽ കൂട്ടരോടൊത്തൊരോ ഭാഷണം ചെയ്തു
തോളോടു തോൾ ചേർന്നങ്ങുമേവും പ്രപന്നാർത്തിനാശനാം ഈശനേ. കണ്ടിതവർ കൃഷ്ണനുണ്ണിയെ ഗോകുല പുണ്യമാം കണ്ണനെ ബാലഗോപാലനെ കാളിന്തി തീരത്തു വൃക്ഷങ്ങൾ തന്നുടെ ശീതളച്ചായയിൽ കൂട്ടരോടൊത്തൊരോ ഭാഷണം ചെയ്തു തോളോടു തോൾ ചേർന്നങ്ങുമേവും പ്രപന്നാർത്തിനാശനാമീശനെ. പീലിത്തിരുമുടിമാലയും കുണ്ടലം മാറിൽ വനമാല രത്നമാല്യങ്ങളും മഞ്ഞച്ചെറുപട്ടുടുത്ത് പുല്ലാങ്കുഴൽ കയ്യിൽ പിടിച്ചു മന്ദസ്മിതം തൂകിടും ഗോപി മനോഹരൻ വൃന്ദാവനത്തിന്റെ ലാവണ്യരൂപനാം കൃഷ്ണനെ കണ്ടവർ. പീലിത്തിരുമുടിമാലയും കുണ്ടലം മാറിൽ വനമാല രത്നമാല്യങ്ങളും മഞ്ഞച്ചെറുപട്ടുടുത്തു പുല്ലാങ്കുഴൽ കയ്യിൽ പിടിച്ചു മന്ദസ്മിതം തൂകിടും ഗോപി മനോഹരൻ വൃന്ദാവനത്തിന്റെ ലാവണ്യരൂപനാം കൃഷ്ണനെ കണ്ടവർ. ഭാഗ്യവതികളെ, നിങ്ങളെ നേരിട്ടു കാണുവാനായി തന്നെ ഇങ്ങോട്ടു വന്നു ഞാൻ. ഭക്തി സംശുദ്ധരാം നിങ്ങൾ ഭവഭയമുക്തരായി തീർന്നിതു മദ്ദർശനത്തിനാൽ. യാഗത്തെ നിങ്ങൾ സഫലമാക്കി തീർത്തു വേഗം മടങ്ങി സ്വധർമ്മങ്ങൾ ചെയ്യുക. ഭാഗ്യവതികളെ, നിങ്ങളെ നേരിട്ടു കാണുവാനായി തന്നെ ഇങ്ങോട്ടു വന്നു ഞാൻ. ഭക്തി സംശുദ്ധരാം നിങ്ങൾ ഭവഭയമുക്തരായി തീർന്നിതു മദ്ദർശനത്തിനാൽ. യാഗത്തെ നിങ്ങൾ സഫലമാക്കി തീർത്തു വേഗം മടങ്ങി സ്വധർമ്മങ്ങൾ ചെയ്യുക. സ്വീകരിക്കില്ലവർ പുരുഷർ ഞങ്ങളെ പോകുന്നതിൽ ഇനി അങ്ങുതാനാശ്രയം. നാരായണ. സ്വീകരിക്കില്ലവർ പുരുഷർ ഞങ്ങളെ പോകുന്നതിൽ ഇനി അങ്ങുതാനാശ്രയം. ശങ്ക വേണ്ട ബ്രാഹ്മണോത്തമർ നിങ്ങളെ വന്ദിച്ചെതിരേറ്റുകൊണ്ടുപോം നിശ്ചയം. ശങ്ക വേണ്ട ബ്രാഹ്മണോത്തമർ നിങ്ങളെ വന്ദിച്ചെതിരേറ്റുകൊണ്ടുപോം നിശ്ചയം. പാൽവെണ്ണ വിൽക്കുന്ന ഗോപികളിൽ നിന്ന് കാർവർണ്ണനുണ്ണിതൻ പുഞ്ചിരിക്കൊഞ്ചലും പാടും കളികളും കള്ളപ്പിണക്കവും കൂട്ടറുത്തുള്ള കേളി വിലാസങ്ങളും വേഷങ്ങൾ മാറ്റി വരുന്നോരസുരരെ ലീലയാ കൊല്ലുന്നൊരത്ഭുത കർമ്മവും കേട്ടു നാം എത്രമേലാഗ്രഹിച്ചു ജഗൽപാലകരാകും അബ്ബാലരെ കാണുവാൻ. കൃഷ്ണരാമന്മാർ അവതാരമൂർത്തികൾ പൃഥ്വിതൻ ഭാരമൊഴിപ്പാൻ പിറന്നവർ എന്നു മുനീന്ദ്രന്മാർ ചൊന്നതറിഞ്ഞു നാം. എന്നിട്ടുമൊന്നു കാൺമാൻ കഴിഞ്ഞില്ലഹോ കൃഷ്ണന്റെ കാരുണ്യമെത്രയും അത്ഭുതം. മുജ്ജന്മ പുണ്യബലം തന്നെയായിടാം. തമ്മിൽ പറഞ്ഞവർ നിർമ്മല ചിത്തരായി ചെന്നിതു ഗേഹാന്തികേ യജ്ഞശാലയിൽ. യാഗങ്ങൾ ചെയ്ത അഗ്നി തന്നിൽ ഹവിസ്സുകൾ ദേവതകൾക്കായി സമർപ്പിച്ചിടും നമ്മൾ ബ്രാഹ്മണർ
കഷ്ടം അറിഞ്ഞതേയില്ലഹോ ദേവാദിദേവനാം ഗോപാലകൃഷ്ണനെ. മുന്നിൽ വന്നർത്തിച്ചതന്നം കൊടുത്തില്ല എന്നല്ല കേട്ടതില്ലെന്നായി നടിച്ചു നാം. പത്നികൾ എത്ര സുഹൃതിനികൾ നമ്മൾ ഭക്തിഹീനർ വെറും കർമ്മടന്മാർ തന്നെ. ശ്രീകൃഷ്ണ ദർശനം നേടി ജീവൻ മുക്തരായവർ ജന്മസാഫല്യം ലഭിച്ചവർ. ചൊല്ലി പരസ്പരം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ നന്ദിച്ചു സ്ത്രീകളെ സ്വീകരിച്ചിടിനാർ. പത്നികൾ എത്ര സുഹൃതിനികൾ നമ്മൾ ഭക്തിഹീനർ വെറും കർമ്മടന്മാർ തന്നെ. ശ്രീകൃഷ്ണ ദർശനം നേടി ജീവൻ മുക്തരായവർ ജന്മസാഫല്യം ലഭിച്ചവർ. ചൊല്ലി പരസ്പരം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ നന്ദിച്ചു സ്ത്രീകളെ സ്വീകരിച്ചിടിനാർ. അങ്ങനെ വിപ്രപത്നി അനുഗ്രഹം കഥ വളരെ മനോഹരമായിട്ട് ഹൃദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ തത്വങ്ങളും ബോധിക്കുന്ന രീതിയിലാണ് ലളിതമായ അവതരണം. നാരായണ. ഇനിയും ശ്രീമദ് ഭാഗവതത്തിലെ ബ്രഹ്മമോഹന ലീല എന്നുള്ള ആ കഥയെ തന്നെ ശ്രീകൃഷ്ണനും വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണനും ബ്രഹ്മദേവനും എന്നുള്ളൊരു ടൈറ്റിലിൽ ആ കഥയെ ചുരുക്കി വർണ്ണിച്ചിട്ടുണ്ട്. ബ്രഹ്മമോഹന ലീല അതും കൂടി വായിച്ച് ഒന്ന് സമർപ്പിക്കാം. ഓ ശ്യാമസുന്ദരനുണ്ണിക്കണ്ണനാം നന്ദാത്മജൻ ഗോപബാലന്മാരോടൊത്തു പൈക്കളെ മേയ്ക്കാൻ മോദേന വരുന്നതായി കണ്ടൊരു വൃന്ദാവന ഭൂമി. കാളിന്തി തീരം സ്വച്ഛമായി ഒരുക്കിനാൾ. ശ്യാമസുന്ദരനുണ്ണിക്കണ്ണനാം നന്ദാത്മജൻ ഗോപബാലകന്മാരോടൊത്തു പൈക്കളെ മേയ്ക്കാൻ മോദേന വരുന്നതായി കണ്ടൊരു വൃന്ദാവന ഭൂമി. കാളിന്തി തീരം സ്വച്ഛമായി ഒരുക്കിനാൾ. വലുതാം പെരുമ്പാമ്പിൻ രൂപത്തിൽ വന്നൊരകാസുരന്റെ ഗുഹാനിപമാം വദനത്തിൽ നിന്നും ഗോപസംഘങ്ങളെ രക്ഷിച്ചിട്ടസുരന്നു മോക്ഷമേകിനാൻ അവതാരമൂർത്തിയാം കൃഷ്ണൻ. വലുതാം പെരുമ്പാമ്പിൻ രൂപത്തിൽ വന്നൊരകാസുരന്റെ ഗുഹാനിപമാം വദനത്തിൽ നിന്നും ഗോപസംഘങ്ങളെ രക്ഷിച്ചിട്ടസുരന്നു മോക്ഷമേകിനാൻ അവതാരമൂർത്തിയാം കൃഷ്ണൻ. ക്ഷീണിച്ചു തളർന്നവർ ബാലകർ യമുന തൻ ചാരുത വഴിയുന്ന പുളിനം തന്നിലെത്തി മരക്കൊമ്പുകൾ തന്മേൽ തൂക്കിയിട്ടിരുന്നതാം ഉറികൾ പാത്രങ്ങളും നിലത്തു നിരത്തിനാർ. ക്ഷീണിച്ചു തളർന്നവർ ബാലകർ യമുന തൻ ചാരുത വഴിയുന്ന പുളിനം തന്നിലെത്തി മരക്കൊമ്പുകൾ തന്മേൽ തൂക്കിയിട്ടിരുന്നതാം ഉറികൾ പാത്രങ്ങളും നിലത്തു നിരത്തിനാർ. കാൽ മുഖം കഴുകിയിട്ടു
ഭോജനോത്സുകർ ജലപാനവും ചെയ്തു കുസൃതിത്തരങ്ങളും ചൊല്ലി വട്ടത്തിലിരുന്നിതു ഗോപബാലന്മാരെല്ലാം കൃഷ്ണന്റെ മുഖം മുന്നിൽ കാണുവാൻ കൊതിച്ചവർ. പത്മപുഷ്പത്തിൻ മധ്യേ കർണിക പോൽ ശോഭിച്ചു കുട്ടികൾ നടുവിൽ പീതാംബരൻ ഉണ്ണികൃഷ്ണൻ. കാൽമുഖം കഴുകിട്ടു ഭോജനോത്സുകർ ജലപാനവും ചെയ്തു കുസൃതിത്തരങ്ങളും ചൊല്ലി വട്ടത്തിലിരുന്നിതു ഗോപബാലന്മാരെല്ലാം കൃഷ്ണന്റെ മുഖം മുന്നിൽ കാണുവാൻ കൊതിച്ചവർ. പത്മപുഷ്പത്തിൻ മധ്യേ കർണിക പോൽ ശോഭിച്ചു കുട്ടികൾ നടുവിൽ പീതാംബരൻ ഉണ്ണികൃഷ്ണൻ. വേണുവും കാലിക്കോലും കുഴലും അറയിലെ പൂമ്പട്ടിനിടയിലായി തിരുകി വെച്ചും പിന്നെ വേണുവും കാലിക്കോലും കുഴലും അറയിലെ പൂമ്പട്ടിനിടയിലായി തിരുകി വെച്ചും പിന്നെ ഇടങ്കൈ തലത്തിലായി ചോറ്റുരുളയും നല്ലോരുപദംശങ്ങൾ അതിൻ ചുറ്റുമായി നിരത്തിയും. ഇടം കൈത്തലത്തിലായി ചോറ്റുരുളയും നല്ലോരുപദംശങ്ങൾ അതിൻ ചുറ്റുമായി നിരത്തിയും. കൂട്ടർക്കു വേണോ എന്നു ചോദിച്ചും മുന്നിലേക്കു നീട്ടിയ കൈകൾ തന്നിൽ നൽകിയും കൊതിപ്പിച്ചും. കൂട്ടർക്കു വേണോ എന്നു ചോദിച്ചും മുന്നിലേക്കു നീട്ടിയ കൈകൾ തന്നിൽ നൽകിയും കൊതിപ്പിച്ചും. കളിവാക്കുകൾ ചൊല്ലി രസിച്ചും രസിപ്പിച്ചും സകലേശ്വരൻ കൃഷ്ണൻ ഭോജനം തുടർന്നുപോയി. കളിവാക്കുകൾ ചൊല്ലി രസിച്ചും രസിപ്പിച്ചും സകലേശ്വരൻ കൃഷ്ണൻ ഭോജനം തുടർന്നുപോയി. യജ്ഞനൈവേദ്യം പോലും ഇത്രയും സ്വാദിഷ്ടമായി ചിൽപ്പുമാൻ ഭക്ഷിപ്പതിൽ അത്ഭുതപ്പെട്ടു വാനോർ. യജ്ഞനൈവേദ്യം പോലും ഇത്രയും സ്വാദിഷ്ടമായി ചിൽപ്പുമാൻ ഭക്ഷിപ്പതിൽ അത്ഭുതപ്പെട്ടു വാനോർ. അഘനാം അസുരന്റെ വൈകുണ്ഠപ്രാപ്തി കണ്ടോരജനാം ദേവൻ കൃഷ്ണൻ ഇത്രമേൽ വിഭൂതിയോ ചിന്തിച്ചു. താനാരാണെന്നു മറന്നു മറച്ചിതു സർവവും ഗോക്കളെയും ഗോപബാലരെയും. അഗനാമസുരന്റെ വൈകുണ്ഠപ്രാപ്തി കണ്ടോരജനാം ദേവൻ കൃഷ്ണൻ ഇത്രമേൽ വിഭൂതിയോ ചിന്തിച്ചു. താനാരാണെന്നു മറന്നു മറച്ചിതു സർവവും ഗോക്കളെയും ഗോപബാലരെയും. കണ്ടു നന്മുഖൻ വിഷ്ണുരൂപങ്ങൾ മാത്രമെങ്ങും കണ്ടു തന്നെ പോൽ ബ്രഹ്മദേവന്മാരെയുമെങ്ങും. കണ്ടു നന്മുഖൻ വിഷ്ണുരൂപങ്ങൾ മാത്രമെങ്ങും കണ്ടു തന്നെ പോൽ ബ്രഹ്മദേവന്മാരെയുമെങ്ങുമെങ്ങും. എന്തിത് തനിക്കൊന്നും അറിയില്ലല്ലോ താനാരെന്തിക്കാൺമതു സർവം എവിടെ നിൽക്കുന്നു ഞാൻ. എന്തിത് തനിക്കൊന്നും അറിയില്ലല്ലോ താനാര് എന്തിക്കാൺമതു സർവം എവിടെ നിൽക്കുന്നു ഞാൻ. ഒന്നുമേ കാൺമാനില്ല ഭഗവത് സ്വരൂപങ്ങളല്ലാതെ എവിടെ പോയി തന്റെ സൃഷ്ടികളെല്ലാം. ഒന്നുമേ കാൺമാനില്ല
ഭഗവത് സ്വരൂപങ്ങളല്ലാതെ എവിടെ പോയി തന്റെ സൃഷ്ടികളെല്ലാം? മായാമോഹിതനായ വിരിഞ്ചൻ തന്നസ്തിത്വം പോലും ഓരാതെ സ്വയം നഷ്ടനായി നിലകൊണ്ടു. മായാമോഹിതനായ വിരിഞ്ചൻ തന്നസ്തിത്വം പോലും ഓരാതെ സ്വയം നഷ്ടനായി നിലകൊണ്ടു. മായയെ മറച്ചിതു ഭഗവാൻ കണ്ടു ബ്രഹ്മദേവൻ തൻ മുന്നിലായി ശ്രീമയമാം വൃന്ദാവനം. മായയെ മറച്ചിതു ഭഗവാൻ കണ്ടു ബ്രഹ്മദേവൻ തൻ മുന്നിലായി ശ്രീമയമാം വൃന്ദാവനം. കണ്ടിതു കപളാർദ്ധപാണിയായി തെല്ലുഭയം പൂണ്ടപോൽ കണ്ണുകളിൽ കാതരഭാവം കാട്ടി. എവിടെ കൂട്ടർ ഗോക്കൾ എന്നു ചിന്തിച്ചു നിൽക്കും കപടബാലൻ തന്നെ കാട്ടിലായി ചതുർമുഖൻ. കണ്ടിതു കപളാർദ്ധപാണിയായി തെല്ലുഭയം പൂണ്ടപോൽ കണ്ണുകളിൽ കാതരഭാവം കാട്ടി. എവിടെ കൂട്ടർ ഗോക്കൾ എന്നു ചിന്തിച്ചു നിൽക്കും കപടബാലൻ തന്നെ കാട്ടിലായി ചതുർമുഖൻ. ഭൂമിയിൽ വീണു ദണ്ഡ നമസ്കാരങ്ങൾ ചെയ്തു ലോകൈകനാഥൻ തന്റെ പിഞ്ചുപാദങ്ങൾ രണ്ടും കണ്ണുനീർ കൊണ്ടു നനച്ചിടറും കണ്ടത്തോടെ വിങ്ങീടും മനസ്സോടെ സ്തുതിച്ചു പത്മോദ്ഭവൻ. ഭൂമിയിൽ വീണു ദണ്ഡ നമസ്കാരങ്ങൾ ചെയ്തു ലോകൈകനാഥൻ തന്റെ പിഞ്ചുപാദങ്ങൾ രണ്ടും കണ്ണുനീർ കൊണ്ടു നനച്ചിടറും കണ്ടത്തോടെ വിങ്ങിടും മനസ്സോടെ സ്തുതിച്ചു പത്മോദ്ഭവൻ. വിങ്ങിടും മനസ്സോടെ സ്തുതിച്ചു പത്മോദ്ഭവൻ. എന്താ പറയണ്ടല്ലേ? ഒന്നും പറയാനില്ല. അത്ര ഗംഭീരം 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 എന്നേ പറയാനുള്ളൂ. ഭഗവാന്റെ ആ അഗാസുരവധം, വനഭോജനം, ബ്രഹ്മമോഹനം, ഈ 3 ലീലകളും ഒന്നിച്ച് വളരെ മനോഹരമായി കോർത്തിണക്കി അതിൻ്റെ തത്വങ്ങൾ വളരെ ഹൃദ്യമായിട്ട് ലളിതമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടുള്ള അതിമനോഹരമായിട്ടുള്ള കവിതയാണ്. എല്ലാവരും പഠിക്കട്ടെ. ആ ബ്രഹ്മദേവൻ സ്വയം ഇല്ലാതായതുപോലെ അല്ലേ, മായാമോഹിതനായ വിരിഞ്ചൻ തൻ അസ്തിത്വം പോലും ഓരാതെ സ്വയം നഷ്ടനായി നിലകൊണ്ടു. അതേപോലെ ഈ ആശ്ചര്യ രംഗങ്ങളൊക്കെ ഭാവനയിൽ കാണുന്ന നമ്മളും സ്വയം നഷ്ടരായി നിലകൊള്ളട്ടെ. സ്വയം നഷ്ടരാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹങ്കാരമില്ലാതെയാവുക. ഭഗവാന്റെ മഹാത്മ്യത്തിന്റെ മുമ്പിൽ, വൈഭവത്തിന്റെ മുമ്പിൽ നമ്മളൊന്നും അല്ലാതെയായി ഭഗവാനിൽ ശരണം പ്രാപിച്ചവരായി ഭവിക്കുക. ഇത്ര മനോഹരമായിട്ടുള്ള കവിതയാണ്. എല്ലാവരും ഏറ്റെടുക്കട്ടെ, എല്ലാവരും ആസ്വദിക്കട്ടെ. അതിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനി ശ്രീ ശിവനും സതീദേവി എന്നുള്ള ദക്ഷയാഗം കഥയൊക്കെ ഉണ്ട്. നമുക്ക് നാളെ നോക്കാം. ഇന്നൊരു 2 ചെറിയ ശ്ലോകങ്ങളും കൂടി, ചെറിയ സ്തോത്രങ്ങളും കൂടി ചൊല്ലാം. അതൊന്ന് ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചാണ്, മറ്റൊന്ന് നാരായണീയ ദിനത്തെക്കുറിച്ചാണ്. ഈ 2 ചെറുതെന്ന് പറഞ്ഞിട്ട് ബാക്കി വലുതുകൾ നാളെ കാണാം. ഗുരുവായൂർ ഏകാദശി.
ഭക്തർക്കനുഗ്രഹം നൽകാൻ കാത്തിരിക്കുന്ന കണ്ണനാം ഗുരുവായൂരേശന്റെ ഏകാദശി മഹോത്സവം. ഭക്തർക്കനുഗ്രഹം നൽകാൻ കാത്തിരിക്കുന്ന കണ്ണനാം ഗുരുവായൂരേശന്റെ ഏകാദശി മഹോത്സവം. 11 ഇന്ദ്രിയങ്ങൾ അവയെ നിഗ്രഹിച്ചുടൻ ഭഗവാങ്കൽ സമർപ്പിക്കും വ്രതം ഏകാദശി വ്രതം. 11 ഇന്ദ്രിയങ്ങൾ അവയെ നിഗ്രഹിച്ചുടൻ ഭഗവാങ്കൽ സമർപ്പിക്കും വ്രതം ഏകാദശി വ്രതം. ഗീതാദിനമായും നാം ആഘോഷിക്കുന്നിതിദിനം. ഭഗവത്ഗീത വായിക്കാം, കൃഷ്ണനെ ആശ്രയിച്ചിടാം. ഗീതാദിനമായും നാം ആഘോഷിക്കുന്നിതിദിനം. ഭഗവത്ഗീത വായിക്കാം, കൃഷ്ണനെ ആശ്രയിച്ചിടാം. എങ്ങും വിളങ്ങും ചൈതന്യം കൃഷ്ണൻ യോഗേശ്വരേശ്വരൻ എന്നറിഞ്ഞു സ്വധർമ്മങ്ങൾ ചെയ്തു ധന്യത നേടിടാം. എങ്ങും വിളങ്ങും ചൈതന്യം കൃഷ്ണൻ യോഗേശ്വരേശ്വരൻ എന്നറിഞ്ഞു സ്വധർമ്മങ്ങൾ ചെയ്തു ധന്യത നേടിടാം. അങ്ങനെ ഗുരുവായൂർ ഏകാദശി എന്ന 4 ശ്ലോകങ്ങൾ മാത്രമുള്ള ഈ പദ്യം ഇവിടെ. നാരായണീയ ദിനം. ഭക്തി വിശുദ്ധിയും ഭാവന സൗരഭ്യമർത്ഥ സമ്പുഷ്ടിയും വൃത്തവൈവിധ്യവും ഭാഷ തൻ ഭംഗിയും ഒത്തുശോഭിച്ചിടും സ്തോത്ര മനോഹരി മോഹവിനാശിനി. നാരായണീയം ഗുരുവായൂരപ്പന്റെ ഗാനാമൃതം കേൾക്കാം, പാടാം, പഠിച്ചിടാം. ഭക്തി വിശുദ്ധിയും ഭാവന സൗരഭ്യമർത്ഥ സമ്പുഷ്ടിയും വൃത്തവൈവിധ്യവും ഭാഷ തൻ ഭംഗിയും ഒത്തു ശോഭിച്ചിടും സ്തോത്ര മനോഹരി മോഹവിനാശിനി. നാരായണീയം ഗുരുവായൂരപ്പന്റെ ഗാനാമൃതം കേൾക്കാം, പാടാം, പഠിച്ചിടാം. വേണുഗോപാലന്റെ രാഗത്തിനൊപ്പിച്ചു പാടിയാടും ബാലസുന്ദരി വന്ദനം. വേണുഗോപാലന്റെ രാഗത്തിനൊപ്പിച്ചു പാടിയാടും ബാലസുന്ദരി വന്ദനം. ഭാഗവതാധിഷ്ഠിതമായി രചിച്ചതാമായിരം സുന്ദര ശ്ലോക പുഷ്പങ്ങളാൽ കോർത്ത വനമാല നാരായണീയമാം കാവ്യം ഗുരുവായൂരപ്പന്റെ തൃപ്പാദതാരിലർപ്പിച്ച മേൽപ്പത്തൂർ മഹാകവി ശ്രേഷ്ഠന് മുന്നിൽ പ്രണാമം, പ്രണാമമേ. ഭാഗവതാധിഷ്ഠിതമായി രചിച്ചതാമായിരം സുന്ദര ശ്ലോക പുഷ്പങ്ങളാൽ കോർത്ത വനമാല നാരായണീയമാം കാവ്യം ഗുരുവായൂരപ്പന്റെ തൃപ്പാദതാരിലർപ്പിച്ച മേൽപ്പത്തൂർ മഹാകവി ശ്രേഷ്ഠന് മുന്നിൽ പ്രണാമം, പ്രണാമമേ. നിത്യമാം രോഗം ഭവരോഗമാണതിനുത്തമം, ഈശ്വരഭക്തിയാം ഔഷധം. നാരായണീയമാം ഭക്തികാവ്യം നമുക്കേകിയ വാതാലയേശ്വര പാഹിമാം. നിത്യമാം രോഗം ഭവരോഗമാണതിനുത്തമം, ഈശ്വരഭക്തിയാം ഔഷധം.
നാരായണീയമാം ഭക്തികാവ്യം നമുക്കേകിയവാദാലയേശ്വര പാഹിമാം. നാരായണീയമാം ഭക്തികാവ്യം നമുക്കേകിയവാദാലയേശ്വര പാഹിമാം. ഇങ്ങനെ നാരായണീയ ദിനം എന്നുള്ള ചെറിയൊരു കാവ്യം കൂടി. ഇനി ഗജേന്ദ്രമോക്ഷം, വിദുര മഹാശയനെക്കുറിച്ച്, ഉദ്ധവന്റെ യാത്രയെക്കുറിച്ച്, അഹല്യയെക്കുറിച്ച്, ദ്രൗപദിയെക്കുറിച്ച്, കുചേലോപാഖ്യാനത്തെക്കുറിച്ച് ഒക്കെ മനോഹരമായിട്ട് അജാമിളോപാഖ്യാനം എല്ലാം നമുക്ക് നാളെയും തുടർന്ന് കാണാം. നാളെ ശ്രദ്ധിക്കുക, 11 മണിക്ക് നോക്കാം. ഓം. ആസ്വദിക്കുന്നത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുന്നു. നല്ല ആശയങ്ങളാണ്, അതും ഭക്തിമാധുര്യത്തോടു കൂടിയതാണ്. വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അത് കേൾക്കുകയും പഠിക്കുകയും ചൊല്ലുകയൊക്കെ ചെയ്യുന്നത് ഹൃദയത്തെ ശുദ്ധീകരിക്കും, യാതൊരു സംശയവും ഇല്ല. അപ്പൊ ഈ കർക്കിടക മാസം ശുചി മാസം എന്ന് ഇതിന് പേരുണ്ട്. ശുചി മാസമാണ്, ശുദ്ധീകരിക്കാനുള്ള മാസമാണ്. നമ്മുടെ വീടും നാടും നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ശുദ്ധീകരിക്കാനുള്ള സാധനകൾ ചെയ്യാനുള്ള മാസമായിട്ടാണ് ഈ മാസം. അപ്പോൾ ഈ സ്തോത്രങ്ങൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കട്ടെ, നമ്മുടെ ബുദ്ധിക്ക് തെളിമ തരട്ടെ, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ പ്രകാശിപ്പിക്കട്ടെ. ഇതാണ് ആശംസിക്കാനുള്ളത് എല്ലാവർക്കും. എല്ലാവരും നാളെയും വരിക, തുടർന്ന് നമുക്ക് ആസ്വദിക്കാം. ഹരിയോ. വൈകുന്നേരം 5 മണിക്ക് രാമായണം, വാൽമീകി രാമായണം തുടരാം. ഹരിയോ. ഇത് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. ഇത്രയും മനോഹരങ്ങളായിട്ടുള്ള കവിതകൾ ആളുകൾ അറിയട്ടെ. ഭാഗവത പ്രേമികളായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള സജ്ജനങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അവരുമൊക്കെ കേൾക്കട്ടെ, ആസ്വദിക്കട്ടെ. അവർക്കും ഈ കീർത്തനങ്ങൾ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടാവട്ടെ. അങ്ങനെ എല്ലാ വീടുകളിലും, എല്ലാ ഭാഗവത ജ്ഞാനയജ്ഞ വേദികളിലും, എല്ലാം സത്സംഗവേദികളിലൊക്കെ ഈ കീർത്തനങ്ങൾ മുഴങ്ങുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹരിയോ. നമ്മുടെ കമലാദേവി കുഞ്ഞമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ, പ്രണാമങ്ങൾ. അമ്മയുടെ അതിമനോഹരമായ ഈ രചനകൾക്ക് മുമ്പിൽ നമസ്കാരം, നമസ്കാരം. ഹരിയോ, ഹരിയോ. എല്ലാവർക്കും ശുഭദിനം.